ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഈ സമയത്ത് പൂർണ്ണമായിട്ടും നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമുക്ക് നൽകാം. ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവെ, ഈ സമയം പൂർണ്ണമായി അങ്ങ് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യേ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം ഞങ്ങളിൽ നിവർത്തിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. അതിന് തക്കവണ്ണം ഞങ്ങളുടെ ആത്മാവിനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ തോതിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ഇന്ന് കർത്താവെ ചില വലിയ പ്രവർത്തികൾ കർത്താവ് ചെയ്യണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഹല്ലേലൂയ. ഓൺലൈനായിട്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ. ദിവ്യ എന്നുള്ള പേർ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. താങ്കളുടെ ഭവനത്തിൽ കർത്താവ് അസാധാരണമായിട്ടുള്ള ഒരു വിടുതൽ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രവൃത്തി എൽ റോയി എന്നുള്ള വാക്ക് ഞാൻ എൻ്റെ ആത്മാവിൽ വ്യക്തമായി താങ്കൾക്ക് വേണ്ടി കേൾക്കുന്നു. കർത്താവ് താങ്കളെ കാണുന്നു, കർത്താവ് താങ്കളെ കേൾക്കുന്നു. കർത്താവ് താങ്കളുടെ പ്രാർത്ഥനയുടെ മേൽ, കരച്ചിലിന്മേൽ, താങ്കളുടെ ചോദ്യങ്ങളുടെ മേൽ കർത്താവ് ശക്തമായി കരങ്ങളെ ചലിപ്പിക്കുന്ന ദിവസങ്ങൾ അടുത്തു വരുന്നു. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യുക. നന്ദി. വിവേക് എന്നുള്ള പേർ ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു. വിവേകിനെ കർത്താവ് വിടുവിച്ച് കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വലിയ രീതിയിൽ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പാത്രമാക്കി കർത്താവ് മാറ്റും. ഹല്ലേലൂയ. കർത്താവ്, ഈ സമയം ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ സഭയായും വ്യക്തിപരമായും ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാം ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് ഒരു 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14-15 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ശുശ്രൂഷിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധാത്മാവ് എന്ത് നിങ്ങളോട് ഇടപെടുന്നു എന്നുള്ളത് അറിയാനായിട്ടും ആ താല്പര്യത്തോടു കൂടി ആയിരിക്കുക. അനന്തരം യേശു തിബര്യാസ് എന്ന ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാളായിരുന്നു. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, നമ്മളിവിടെ നിർത്തുക. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, എങ്ങനെയാ ഇവരുടെ കാര്യം, ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാവോ എന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ദൈവരാജ്യത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഫിലിപ്പോസിനോട് ദൈവം ചോദിക്കുക. ആർ യു അറ്റംപ്റ്റിംഗ് ഓർ തിങ്കിങ് അബൌട്ട് ഹെൽപ്പിംഗ് ഇൻ ദ നീഡ്സ് ഓഫ് ദ മിനിസ്ട്രി? എങ്ങനെ ഫിലിപ്പോസ്, അത്ഭുതമൊക്കെ കണ്ടു, ആൾക്കാരൊക്കെ അടുത്തോട്ട് വരുക, അപ്പം അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ, നീ എന്താ ചെയ്യുന്നത്? അത് വളരെ രസകരമാണ് ആ വാക്യം നമുക്ക് കാണാനായിട്ട്. അവിടെ നോക്കിയാട്ടെ, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. അപ്പത്തിന് കുറവുള്ള ആളല്ല ചോദിക്കുന്നത്, ജീവന്റെ അപ്പമായി ചോദിക്കുന്നത്. പുതിയ ഒരാളോടല്ല ചോദിക്കുന്നത്, കൂടെ നടക്കുന്ന ആളോടാണ് ചോദിക്കുന്നത്. അപ്പം ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വ്യക്തികൾ അടുക്കിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ആവശ്യങ്ങളെ കരുതുവാനായിട്ട് നീ എന്ത് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു? ദൈവം അവിടെ ഫിലിപ്പോസിനോട് എൻഗേജ് ചെയ്യുവാനായിട്ട്. സോ ടുഡേ ഐ ആം ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് 4 E's. 4 E ആണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഫിലിപ്പോസിനോട് പറയുക, എൻഗേജ്. ഈ ശുശ്രൂഷയുടെ ഭാഗമായി ദൈവരാജ്യത്തിൻ്റെ ആവശ്യങ്ങളെ കരുതുവാൻ തക്കവണ്ണം നീ ഇടപെട്. നീ ചുവടുകൾ എടുക്കുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവരാജ്യത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നാം കരുതുന്നുണ്ടോ?
നാം ചിന്തിക്കുന്നവരാണോ? നമുക്കതിനെക്കുറിച്ച് ഭാരമുണ്ടോ? ഫിലിപ്പോസിനോട് ഒരുപക്ഷെ കർത്താവ് ചോദിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം, അതോ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണമെന്നാണോ? അതോ പാസ്റ്റർ ചെയ്യണമെന്നാണോ? അതോ ലീഡേഴ്സിനെ ചെയ്യാനൊക്കത്തുള്ളെന്നാണോ? നമ്മൾ ആ വാക്യങ്ങളെല്ലാം നമ്മളിനി കാണാൻ പോവുകയാണ്. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളെക്കുറിച്ച് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പറയുന്നത് നാം ദൈവത്തിൻ്റെ കൈപ്പണിയാണെന്നാണ് പറയുന്നത്. നമ്മൾ ചിലരെ കുറിച്ച് പറയാമല്ലോ, അയ്യോ അവൻ അതിനു വേണ്ടി കട്ടൗട്ടാണെന്നാണ് പറയുന്നത്. യോ പാസ്റ്റർ, ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ ഇതിനു വേണ്ടി അങ്ങ് ഉണ്ടാക്കപ്പെട്ട ആളാണ്. അത് വളരെ കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. കർത്താവ് നമ്മളെ കട്ടൗട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ആളാണെന്നാണ് തിരുവചനം പറയുന്നത്. നാം ദൈവത്തിൻ്റെ കൈപ്പണിയാണെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പറയുന്നത് യു ആർ ദ മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. ഒരു പ്രത്യേകമായിട്ടുള്ള ട്രാൻസ്ലേഷനിൽ പറയുന്നത് അങ്ങനെയാണ്. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് എന്തു തോന്നിയാലും ശരി, ഇന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാന്ന് പറഞ്ഞാട്ടെ. നമുക്ക് എന്തു തോന്നിയാലും നമ്മുടെ തോന്നലിനേക്കാൾ വലുതാ സത്യം. ഹല്ലേലൂയ. ചിലർ ചിന്തിക്കുക, അയ്യോ ആ പല്ലിൻ്റെ അച്ചിരി തിരിഞ്ഞൊക്കെ ആയിരിക്കുന്നത്. കർത്താവ് അവിടെ വന്നപ്പോഴത്തേക്കും വേറൊരാളെ പണിയാൻ വേണ്ടി പോയപ്പോൾ ഇത് വിട്ടുപോയി. അല്ലല്ലല്ല, അതൊക്കെ ചില പ്രത്യേക രീതിയിലൊക്കെ ഇടപെടാൻ വേണ്ടിയൊക്കെ കർത്താവ് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചിരിക്കുന്നതാണെന്ന് കൂട്ടിയാൽ മതി. ദൈവം നമ്മളെ കണ്ടിരിക്കുന്ന ചില പദ്ധതിക്കായിട്ട്, നമുക്ക് വേണ്ടിയുള്ള ചില വിളികൾക്കായിട്ട് കർത്താവ് നമ്മളെ അറിഞ്ഞ് മെനഞ്ഞെടുത്തിരിക്കുക. നാം ദൈവത്തിൻ്റെ കൈപ്പണിയായി, ഇംഗ്ലീഷിൽ പറയുന്നത് ഫോർ ഗുഡ് വർക്ക്സ്, സൽപ്രവർത്തികൾക്കായിട്ട്. ഐ വാണ്ട് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ കോണ്ടെക്സ്റ്റ്, ഐ വാണ്ട് ടു സേ ഫോർ ഗോഡ് വർക്ക്സ്. ദൈവം നമ്മെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് വെറുതെ അവൻ പോയി ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് കണ്ട് കുറച്ച് രാജ്യങ്ങളൊക്കെ കണ്ടു വരട്ടെ എന്നുള്ള ഉദ്ദേശത്തിലല്ല ദൈവം വിട്ടിരിക്കുന്നത്. ദൈവം നാം എല്ലായിടത്തും പോയി സുവിശേഷീകരിക്കണമെന്നും ഒക്കെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി ഇനിയും ചെയ്യുമെന്നല്ല പറയുന്നത്, മുന്നൊരുക്കി വെച്ചിരിക്കുന്ന കുറച്ച് സൽപ്രവൃത്തികളുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയുള്ള ട്രാക്ക് ആദ്യം മുതൽ അവസാനം വരെ അറിയുന്ന ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കർത്താവെ എനിക്ക് വേണ്ടിയുള്ള പദ്ധതി ഉണ്ടാക്കണമെന്നൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എല്ലാം റെഡിയാ. കർത്താവെ വെളിപ്പെടുത്തി തരണമേ, നടക്കാനുള്ള കൃപ തരണമേ എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നാം ദൈവത്തിൻ്റെ കൈപ്പണിയാ. അതുകൊണ്ട് എനിക്ക് യാതൊരു കുറവുകളുമില്ല. എൻ്റെ പദ്ധതിക്കനുസരിച്ച്, എൻ്റെ വിളിക്കനുസരിച്ച്, എനിക്കുള്ള നാളുകൾക്കനുസരിച്ചുള്ള പണി ചെയ്തിട്ടാണ് കർത്താവ് എന്നെ വിട്ടിരിക്കുന്നത്. പക്ഷെ അതിനെ സ്റ്റുവേർഡ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ പറയുക, മത്തായി സുവിശേഷം 6:33 പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ചിലർ മാസ്റ്റർ എല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല. ഇത് കിട്ടാനുള്ള ഫോർമുല അല്ല. എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നിട്ടും ശുശ്രൂഷയിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ അതിന് വലിയ കണക്ക് കൊടുക്കേണ്ടി. കാരണം എന്താ? തിരുവചനം പറയുന്നത് നാം ദൈവപ്രവർത്തികൾക്ക് വേണ്ടി അയക്കപ്പെട്ടവരാ. We cannot be ignorant to the needs of the kingdom of God. തിരുവചനം ഈ ആദ്യ ഭാഗത്ത്, ഈ നമ്മൾ കാണുന്ന ആദ്യ ഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നത്, ആർ യു എൻഗേജിങ്? ഐ നോ നമ്മൾ സഭയായിട്ട് ശുശ്രൂഷയിലും ദൈവപ്രവൃത്തിയിലും എല്ലാം വ്യക്തിപരമായിട്ട് എല്ലാം ഇടപെടുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഞാൻ ദൈവത്തിനായിട്ട് നിങ്ങളെ സ്തുതിക്കുന്നു. ഞാൻ സഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്. അത് കാണിക്കാൻ വേണ്ടിയല്ല, വ്യക്തിപരമായിട്ട് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ ചുവടുകൾ അനുസരിച്ച് നടക്കുകയും സാക്ഷ്യമായിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് സഭയിലുണ്ടല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ആർക്കെല്ലാമായിട്ട് ഈ ദൂത് ഒരുക്കി വെച്ചിരിക്കുന്നു, അവർ ഏറ്റെടുത്താട്ടെ. ദൈവരാജ്യത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് നാം ശ്രദ്ധിക്കുന്നത്, എല്ലാത്തിനും നമുക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാം. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് ഏതാവശ്യം കേട്ടാലും ശരി, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ശക്തമായ ഒരു കാര്യമുണ്ട്. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് പറ്റും. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇല്ലാത്തത് സമയമായിരിക്കാം, കുഴപ്പമില്ല, പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. ഒരുപക്ഷെ ഇല്ലാത്തത് പണമായിരിക്കാം, പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ഹൃദയം
ദൈവ പ്രവൃത്തിയെ സംബന്ധിച്ച്, ദൈവ വേലയെ സംബന്ധിച്ച് അതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കണമെന്ന ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, ദൈവപ്രവൃത്തിയിൽ നമുക്ക് വളരെ സജീവമായിട്ട് ഇടപെടാന്ന് പറഞ്ഞാട്ടെ. എങ്ങനെയുണ്ട് അവരുടെ ആ ഒരു സംസാരം കേട്ട് ഇടപെടാൻ തോന്നിയോ നിങ്ങൾക്ക്? അടുത്ത വാക്യം നമുക്ക് കാണാം. അപ്പൊ എന്താ കർത്താവ് ഫിലിപ്പോസിനോട് പറഞ്ഞത്? ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. അത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. അടുത്ത വാക്യം ശ്രദ്ധിച്ചാട്ടെ, അടുത്ത ഭാഗം ശ്രദ്ധിച്ചാൽ, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ദൈവത്തിന് അറിയാം. എന്നാൽ ദൈവം അവിടെ അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രവൃത്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ആവശ്യത്തെക്കുറിച്ച് നിനക്ക് ഹൃദയത്തിലൊരു ഭാരമുണ്ടോ? എനിക്ക് ചിലത് ചെയ്യാനൊന്നും നിന്റെ വലിയ സഹായമൊന്നും ആവശ്യമില്ല. പക്ഷെ ഞാൻ ഈ ഭൂമിയിലേക്ക് നിന്നെ അയച്ചിരിക്കുന്നത്, യേശുക്രിസ്തു അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ, എൻ്റെ ആഹാരം എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതത്രേ, നിവർത്തിക്കുന്നതത്രേ. അത്രമാത്രം ഒരു പുരുഷൻ ഫുഡുമായിട്ട് എത്ര കണക്ട് ചെയ്തിരിക്കുന്നു, അത്രയും ശക്തമായിട്ടാണ് കർത്താവ് മിനിസ്ട്രിയെ കണക്ട് ചെയ്തത്. അതായത് മിനിസ്ട്രി ചെയ്തില്ലെങ്കിൽ എനിക്ക് വിശക്കുമെന്നാ കർത്താവ് പറയുന്നത്, എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. എൻ്റെ പിതാവ് ഒരു പ്രവൃത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലെ ആണ്, ഫുഡ് എങ്ങനെയാണോ അതുപോലാന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഈ വചനം പറയുന്നത് കർത്താവിന് അറിയാമായിരുന്നു അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്. എന്നാൽ കർത്താവിന് അറിയണമായിരുന്നു ഫിലിപ്പോസിന് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്തയുണ്ടോ. So the first step that the Lord is asking each one of us is to engage. നാം ആയിരിക്കുന്ന സ്ഥലത്ത്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ പ്രദേശത്തിൽ ദൈവം എന്നെ കൊണ്ടുവന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ ആവശ്യമായിരിക്കുന്ന ദൈവപ്രവൃത്തിയെ സംബന്ധിച്ച് എനിക്ക് ഒരു ചിന്തയുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനായിരിക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹവും താല്പര്യവും എനിക്കുണ്ടോ? ഇതുപോലെ എസ്തറിൻ്റെ പുസ്തകത്തിനകത്ത് അവിടെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ മൊർദെഖായി 4-ാമത്തെ അധ്യായത്തിൻ്റെ, എസ്തറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടെ യഹൂദന്മാരെ എല്ലാം നശിപ്പിച്ച് കളയുവാനുള്ളൊരു സാഹചര്യം വരുമ്പോൾ എസ്തർ അന്നൊന്ന് രാജ്ഞി ആയതേ ഉള്ളൂ. ഒരുപക്ഷെ പലരുടെയും സാഹചര്യം അതുപോലെ ഒന്ന് കസേരയിലോട്ട് കയറി ഇരുന്നതേ ഉള്ളൂ, ഇപ്പോഴേ തട്ടിക്കളയെന്നുള്ള ഒരു സിറ്റുവേഷനാണ്. അയ്യോ, ഈ കസേരയിലോട്ട് കയറുമ്പോൾ അറിഞ്ഞില്ലായിരുന്നു ഇത്രയും വലിയ കുരിശായിട്ട് മാറുമെന്നുള്ളത് അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ മൊർദെഖായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതുപോലൊരു സമയത്തിന് വേണ്ടി അല്ലേ കർത്താവ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നുള്ളത് ആർക്കറിയാം? നമുക്ക് ചിന്തിക്കാൻ കഴിയാവുന്ന ഒരു ചിന്ത ഇതാകട്ടെ, ഈ ആവശ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം എന്നെ എന്തിനാ അതിൻ്റെ നടുക്ക് നിർത്തിയിരിക്കുന്നത്? ഈ ലോകത്ത് എത്രയോ ആവശ്യങ്ങളുണ്ട്, ദൈവരാജ്യത്തിൽ എന്തെല്ലാം പ്രവൃത്തികൾ നടന്നിരിക്കുന്നു. എന്നാൽ ഈ ആവശ്യം ഞാൻ അറിയുവാൻ തക്കവണ്ണം കർത്താവ് എന്തിന് കാരണമാക്കി? ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, കർത്താവിന് വ്യക്തമായിട്ടുള്ള പദ്ധതികളുണ്ടെന്ന് പറഞ്ഞാട്ടെ. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിന് സെൻസിറ്റീവ് ആയിരിക്കേണ്ട ആൾക്കാരാ. അതത് സമയത്ത് നാം പ്രസന്റ് ആയിരിക്കേണ്ട ആൾക്കാരാ. പല വ്യക്തികളും അവർ ഇന്ന് സ്ഥലത്തുണ്ടെങ്കിലും ചിന്തിക്കുന്നത് ഇന്നലത്തെ കാര്യമാണ്. സ്റ്റക്കായി കിടക്കും. ഇന്നലെ ആ വഴക്ക് കഴിഞ്ഞിട്ടൊന്ന് പിടിവിട്ട് ഇവിടെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ 2 ദിവസം അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യത്തിൽ അവിടെ നിൽക്കുവാണ്, ഇന്നിവിടെ ഇല്ല. We need to be present. പരിശുദ്ധാത്മാവിനോട് ട്യൂൺഡായി നാം അതത് സാഹചര്യത്തിലായിരിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമാകുവാൻ കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. So the first step is engage. അപ്പോൾ ഫിലിപ്പോസിന് മനസ്സിലായി കർത്താവ് എന്നെ ഈ കാര്യം ഒന്ന് ചിന്തിക്കാനായിട്ട് താല്പര്യമാണെന്ന് മനസ്സിലായി. ആൻഡ് ദ സെക്കൻഡ് തിങ് ഹി ഈസ് ഡൂയിങ്, ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്, ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങി.
എന്താ ചിന്തിക്കാൻ തുടങ്ങിയത്? ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം നമ്മുടെ കയ്യിൽ 200 പണമേ ഉള്ളൂ. കർത്താവെ, നല്ല ഐഡിയ ആണ്, വലിയ വിഷനൊക്കെയാണ്, കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ കയ്യിൽ 200 രൂപയേ ഉള്ളൂ. അതും കൊണ്ട് എല്ലാവർക്കും ഒന്ന് അല്പാൽപ്പം കൊടുക്കാൻ പോലും തികയത്തില്ല എന്ന് പറയുക. അതിനുശേഷം ശിഷ്യന്മാരിൽ ഒരുവനായ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം എൻഗേജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇടപെട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാനും കർത്താവ് പറയുന്ന കാര്യങ്ങൾ ജനം നമ്മുടെ കയ്യിലുള്ള കാര്യമൊന്നും പോരാ. അങ്ങനെയാ നമ്മൾ വലിയ പ്രാർത്ഥനക്കാരായിട്ട് മാറുന്നത്. ഞാൻ ചിലപ്പം തമാശയ്ക്ക് ഞാൻ പറയും, ഇപ്പം ഐ എം ഡൂയിങ് എ പ്രീ മാരിറ്റൽ ഇൻ ദ സെൻസ് സിംഗിൾസിന് വേണ്ടിയുള്ള സെഷൻസ് 1-2 ചെയ്തുകൊണ്ടിരിക്കുക. സോ ഞാൻ ചിലപ്പോൾ പറയും, പ്രാർത്ഥിച്ച് തീരുമാനിക്കണം ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളായിട്ട് മാറാൻ നല്ല ചാൻസ് ഉണ്ട്. When we evaluate, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നാം നമ്മുടെ പക്കൽ എന്തുണ്ട് എന്ന് നാം അന്വേഷിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഉത്തരം പോരാ. എപ്പോഴും നമ്മുടെ 200 ഉണ്ട്, പിന്നെ അത് അപ്പുറത്തൊരു പയ്യനുണ്ടെന്നാണ് പറയുന്നത്, 5 3 2 3 അപ്പവും മീനും എല്ലാം കൂടെ ചേർത്ത്, എന്നാലും പോരാ കർത്താവേ. ഇതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്കാണ്. സ്ട്രെസ്സിന് 3 കോമ്പണൻസ് ആവുള്ളത്. ഒന്ന്, നമ്മളെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം. അതായത് ഇതുപോലെ വളരെ സമാധാനമായിട്ട് ഞാൻ അവിടെ നിൽക്കുമായിരുന്നു, പെട്ടെന്ന് മിനിസ്ട്രി ലീഡർ വന്ന് പറയാം, അല്ല കൊടുക്ക്, എന്നാ ഇന്നലെ പറയാൻ പാടില്ലായിരുന്നു, രജിസ്ട്രേഷൻ ചെയ്തപ്പം ഓർത്തില്ലേ ഇതൊന്നും കർത്താവേ, അല്ല രജിസ്ട്രേഷൻ്റെ ഒരു ആവശ്യം വേണമെന്നുള്ളത് എത്ര തവണ ഞാൻ പറഞ്ഞതാണ്, അപ്പം ഇത് ഓർത്തില്ലേ? ഇപ്പം എല്ലാം കൂടെ എൻ്റെ തലയിൽ. അപ്പം സ്ട്രെസ് കൊണ്ടിരുന്നൊരു ഇവൻ്റ് വന്നപ്പോഴാണ് നമ്മൾ എണ്ണിപ്പറക്കി നോക്കിയപ്പോഴത്തേക്കും എവിടെ 2 അറ്റം കൂട്ടിമുട്ടുന്ന പോലെ അടുത്തുപോലും എത്തുന്നില്ല. ആ വലിയ ഗ്യാപ്പ് വരുമ്പോൾ അതിൽ നിന്ന് വരുന്നത് സ്ട്രെസ്സാണ്. പക്ഷെ ഇവിടെ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവുകയാണ്. സ്ട്രെസ് വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് സാധാരണ? നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണോ സ്ട്രെസ്? സന്തോഷമുള്ള വാക്കാന്ന് തോന്നുന്നില്ല, എല്ലാവരും ചിരിക്കുന്നു. സ്ട്രെസ് വരുമ്പോഴത്തേക്കും അത് ഇറ്റ്സ് വെരി റിയൽ. അത് വളരെ റിയൽ ആയിട്ടുള്ള ഒരു വാക്കാണ്. കാരണം എന്താ? അത് മനസ്സിൻ്റെ ഒരു സങ്കല്പമൊന്നുമല്ല എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നതല്ല പലപ്പോഴും. കാരണം അത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ വരെ ബാധിക്കുന്നു എന്ന് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, അവർ സ്ട്രെസ്ഡ് ആയപ്പോൾ അവരുടെ അടുക്കൽ ഈ കർത്താവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ദൈവസഭയെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ഈ ജീവിതത്തിൽ നാം ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് പോരാ. സ്ട്രെസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മുടെ നെഞ്ചെടുപ്പ് കൂടുന്നു. കാരണം എന്താ? ഞാൻ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം ചെയ്യുവാനുള്ളത് എൻ്റെ കയ്യിലില്ല. ചിലർ വേർക്കുന്നു, നെഞ്ചെടുപ്പ് കൂടുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി ദുസ്വപ്നങ്ങൾ കാണുന്നു, പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? നമ്മൾ ഈ വേദഭാഗം ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ ഇവാലുവേറ്റ് ചെയ്ത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ അടുത്ത വാക്ക്, കർത്താവിന് ഈ പോരാ ഒക്കത്തില്ല എന്നുള്ള വാക്കാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. ആണോ? ഇപ്പം ഞാൻ
കൗൺസിലർ ആയതുകൊണ്ട് ആരെങ്കിലും ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആണോ, എന്താ അങ്ങനെ തോന്നുന്നത്, എപ്പോഴാണ് ആദ്യം അങ്ങനെ തോന്നിയത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കർത്താവ് മൈൻഡ് പോലും ചെയ്തില്ല. ആളുകളെ ഇരുത്തുവേൻ എന്ന് യേശു ഉത്തരം പറഞ്ഞു. അപ്പം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നാം ഒരു സഹായമില്ല എന്നുള്ളൊരു പശ്ചാത്തലത്തിൽ നമുക്ക് തോന്നുമ്പോൾ, സ്ട്രെസ്ഡ് ആകുമ്പോൾ എന്തെങ്കിലും ചെയ്യുക അതല്ല അതിൻ്റെ ഉത്തരം. നമുക്കങ്ങനെ ചെയ്യാൻ വലിയ ഒരു വിമ്മിഷ്ടമായിരിക്കും. കാരണം എന്താ, നമ്മുടെ ശരീരം മുഴുവൻ അതിനനുസരിച്ച് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്ത് നല്ല ഒരു തോന്നലുണ്ടായി സ്വസ്ഥതയിൽ വരാനായിട്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു താല്പര്യമാണ്. കാരണം എന്താ, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കാനായിട്ടല്ല. അപ്പം നമ്മൾ സാധാരണ പറയുന്നത് എന്താ, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. വളരെ നല്ല കാര്യമാണ്. തിരുവചനം പറയുന്നത് നിങ്ങൾക്ക്, അതായത് ഇപ്രകാരം നിങ്ങളുടെ ചിന്താകുലങ്ങളെല്ലാം, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആകുലപ്പെടുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളിൽ വ്യാപരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വാഴുമെന്നാണ് പറയുന്നത്. അത് സംഭവിക്കുന്നെങ്കിൽ വളരെ നല്ല. പക്ഷേ ചിലർ പറയാറുണ്ട്, പാസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല. ഒന്ന് ഇരുന്നൊന്ന് കണ്ണടയ്ക്കുമ്പോഴത്തേക്കും ആ ചിന്തയാണ് വരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ചില രീതികൾ നമ്മളെ സഹായിക്കാൻ ഒക്കുന്നത്, നിങ്ങൾക്ക് അല്പനേരം ഡീപ്പ് ബ്രീത്തിങ് എടുക്കാമെങ്കിൽ നമ്മുടെ ശരീരത്തെ അത് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണ്, സ്ട്രെസ് വന്ന് നമ്മുടെ ശ്വാസം എല്ലാം മാറിയിരിക്കുക, നെഞ്ചിടപ്പൊക്കെ കൂടിയിരിക്കുവാണ്. ആദ്യം എന്താ ചിന്തിക്കണ്ടേ, ആദ്യം നമ്മൾ തീരുമാനിക്കണം, ഇതിന് ആവശ്യമായിരിക്കുന്ന തീരുമാനം ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ട് എടുക്കും. ഇതൊരു ഫോർമുല ആയിട്ട് എടുക്കല്ലേ. കാരണം എന്ത് പ്രശ്നം വന്നാലും ആൾക്കാരെ ഇരുത്തുക എന്നുള്ളതല്ല ഫോർമുല. ഏത് പ്രശ്നം ഉണ്ടായാലും സാറേ ഇരിക്ക് എന്നുള്ളതല്ല അതിൻ്റെ ഫോർമുല. തിരുവചനം വ്യക്തമായിട്ട് നാം പഠിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അവിടെ എന്താ സംഭവിച്ചത്, അവരുടെ നിസ്സഹായതയിൽ ദൈവത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു രഹസ്യമായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജയമായിട്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ആ മൂന്നാമത്തെ ചുവടിലേക്ക് പോകുന്നത്. അവരെ എൻഗേജ് ചെയ്യാൻ മാത്രമല്ല, ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രമല്ല, അവരെ തന്നെ എൻട്രസ്റ്റ് ചെയ്തു ദൈവത്തിന്. ഒരു പ്രയാസം വന്നപ്പോൾ എനിക്ക് സഹായമില്ലല്ലോ എന്ന് ചിന്തിക്കാതെ ദൈവം എന്ത് ഈ സമയത്ത് പറയുന്നു എന്നുള്ളത് കേൾക്കുവാൻ അവർ തീരുമാനിച്ചു. അത് എളുപ്പമല്ല പ്രിയപ്പെട്ടവർ. അത് കേൾക്കണമെങ്കിൽ നാം ആദ്യം സമാധാനപ്പെടണം. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് അറിയുന്നവരാണെങ്കിൽ പാടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നത് നമ്മളെ കാം ചെയ്യുമെന്ന് ശാസ്ത്രം കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മുള്ളുണ്ടെങ്കിൽ എടുത്ത് കളയാൻ നമുക്ക് പറ്റും. നമ്മുടെ മനസ്സിൽ അങ്ങനെ പറ്റത്തില്ല. ആ ചിന്ത പോ എന്നൊന്നും അങ്ങനെ ചിലപ്പം പറഞ്ഞാൽ അങ്ങനെ എടുത്തു മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത് നമുക്ക് ആ തോട്ടിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. വേറെ ശക്തമായിരിക്കുന്ന ഒരു പ്രവൃത്തി കൊണ്ട് ആ ചിന്തയെ റീപ്ലേസ് ചെയ്യാം. പലരും പറയണം, പക്ഷെ പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നുമ്പോഴത്തേക്കും ആ ചിന്ത വളരെ ശക്തമായിട്ട് വരുന്നു. അപ്പം നമുക്ക് ആ ചിന്തയെ റീപ്ലേസ് ചെയ്യണം. അതിനുള്ള ഒരു ടെക്നിക്ക് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. വളരെ ലളിതമായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയും, നമ്പേഴ്സ് തിരിച്ചൊന്ന് എണ്ണിയാൽ മതി. 900 നിന്ന് അല്ലെങ്കിൽ 1000 നിന്ന് പുറകോട്ട് എണ്ണിയാൽ മതി. പക്ഷെ 9 മൈനസ് ചെയ്ത് എണ്ണിയാൽ മതി. മനസ്സിലായോ? 1000 നിന്ന് 9 മൈനസ് ചെയ്യുക, അത് കഴിഞ്ഞ് വീണ്ടും 9 മൈനസ് ചെയ്യുക. ഒരു 3-4 തവണ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും മറ്റേത് സ്ട്രെസ് ആയിരുന്നു, കുറച്ചുകൂടെ എളുപ്പമെന്ന് നമ്മൾ ചിന്തിക്കും. പിന്നെ നമ്മൾ ചിന്തിക്കും, എന്താ ഞാൻ ശരിക്കും കണക്ക് പഠിക്കാഞ്ഞ്. പിന്നെ നമ്മൾ ചിന്തിക്കും, മാത്സ് ടീച്ചർ അല്ലെങ്കിലും പ്രശ്നമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ മറ്റേ സ്ട്രെസ് ഇച്ചിരി അങ്ങ് മാറും. അതങ്ങനെ ആണല്ലോ അല്ലേ? അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയി എന്ന് അറിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ കറണ്ട് ഇനി വന്നില്ലേലും കുഴപ്പമില്ല, ഒരു പ്രത്യേക ഒരു സുഖം.
അപ്പൊ സ്ട്രെസ് വരുമ്പോൾ നാം എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, നമ്മളെ തന്നെ സമാധാനപ്പെടുത്തി ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഒരുക്കുക എന്നുള്ളതാ പ്രധാനം. എൻട്രസ്റ്റ്. ദ തേർഡ് ഈസ് എൻട്രസ്റ്റ്. അവർ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, ആൾക്കാരെ ഇരുത്താൻ പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ വാക്കിന്മേൽ അവരതനുസരിച്ചു. ഹല്ലേലൂയ. അടുത്ത് എന്താ അവർ ചെയ്തത്? അവരുടെ പക്കലുള്ളതും അവർ നൽകി. ഞാൻ കഴിഞ്ഞ ആഴ്ച ആലോചിക്കുകയായിരുന്നു, ലീന ചേച്ചി പ്രസംഗിച്ചപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞു അല്ലേ. ചിലർ പെട്ടെന്ന് സാങ്ക്വൈൻ, സ്കോളറിക്സ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 4 സുവിശേഷങ്ങളിലും ഈ അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒറ്റ സുവിശേഷത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ അപ്പവും മീനും വന്നത് ഒരു ബാലന്റെ കയ്യിൽ നിന്നാണ്. ഹല്ലേലൂയ. എന്തുവാ നിങ്ങളുടെ പക്കൽ എന്നുള്ളത്? ദൈവം ചോദിക്കുന്നത് നീ അത് കൊടുക്കുവാൻ തയ്യാറാൽ. കാരണം മുമ്പത്തെ സ്റ്റെപ്പിൽ ഇവാലുവേഷൻ നോക്കിയപ്പോൾ ഇതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ലെന്നുള്ളതായിരുന്നു അതിൻ്റെ വിധിയെഴുത്ത്. എന്നാൽ ആ ബാലൻ തനിക്കുള്ളത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കാണാൻ പോവുകയാണ്. കർത്താവ് അതുകൊണ്ട് നമ്മളോട് ആരംഭിക്കാൻ പറയുന്നത് ഇല്ലാത്തത് കൊടുക്കാനായിട്ടല്ല. കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് നിന്റെ പക്കൽ എന്തുണ്ട്, അത് ദൈവരാജ്യത്തിന് വേണ്ടി, നീ അറിയുന്ന ദൈവരാജ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി, നിന്നെ ഏത് സൽപ്രവർത്തികൾക്കായിട്ട് ദൈവം അയച്ചിരിക്കുന്നുവോ അത് നിവർത്തിക്കുവാൻ തക്കവണ്ണം നീ അത് നൽകുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഒരുപക്ഷെ ചിലർ ചിന്തിക്കുന്നുണ്ടാകാം എൻ്റെ പക്കൽ ഒന്നുമില്ല എന്നുള്ളത്. അതിനെ പോലും ഇല്ല എന്ന് പറയാൻ വേണ്ടിയാന്ന് തോന്നുന്നു കർത്താവ് ഇവിടെ ഒരു പുരുഷനെ തിരഞ്ഞെടുക്കാതെ ഒരു ബാലനെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ദൈവം നിങ്ങളുടെ അകത്ത് ചിലത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 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 അപ്പോൾ അവർ ആൾക്കാരെ ഇരുത്തി, നമുക്ക് ആ വാക്യം വീണ്ടും നോക്കാം. അവർ ആൾക്കാരെ ഇരുത്തി ഓരോരുത്തരും അല്പം അല്പം ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഫിലിപ്പോസിന് അങ്ങനെ ഒരുപാട് വലിയൊരു ആഗ്രഹമൊന്നുമില്ല. കുറച്ച് എല്ലാവരും കൊടുത്ത് ഒന്ന് തൃപ്തിപ്പെടുത്തി ഒന്ന് വീട്ടിൽ വിടാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മുടെ ഹോസ്റ്റ് ടീം അത്ര മോശമൊന്നും അല്ല, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിൻ ടീം മോശമൊന്നുമില്ല, കേറ്ററിംഗ് ടീം മോശമൊന്നുമല്ല. അല്പസ്വല്പം എല്ലാവർക്കും തന്നു, ആത്മീയ ഭക്ഷണവും തന്നു, ശാരീരിക ഭക്ഷണവും തന്നു എന്ന് പറഞ്ഞൊക്കെ പ്രസംഗിച്ച് വിടാൻ പറ്റുന്ന പരുവത്തിൽ ഒന്ന് കൊടുത്ത് വിടുവാണെങ്കിൽ നല്ലതായിരുന്നു മാത്രമേ ഫിലിപ്പോസ് ഉദ്ദേശിച്ചുള്ളൂ. അവിടെ പറയുന്ന 5000-ഓളം പുരുഷന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ തിരുവചനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അന്ന് അവിടെ അങ്ങനെ മെൻസ് മീറ്റിംഗ് ആയിട്ട് മാത്രം പൊതുവെ അങ്ങനെ നടത്തിയിട്ടില്ല. നമ്മൾ അവിടെ എല്ലാം ഓപ്പൺ ആയിരുന്നു. മെൻ ഗ്ലോ അങ്ങനത്തെ മീറ്റിങ്സ് അങ്ങനെ പൊതുവെ ആ സമയത്ത് നടന്നിട്ടില്ല. അതുകൊണ്ട് 5000 പുരുഷന്മാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു 15000 ആൾക്കാരെ പ്രതീക്ഷിക്കുക. കാരണം ഞാൻ ഈ നടത്തുന്ന സിംഗിൾസിൻ്റെ സെമിനാറിലാണെങ്കിൽ പോലും 3 പുരുഷന്മാരും 15 സ്ത്രീകളുമാണ്. സോ 5 മടങ്ങാണ്. അപ്പം അത് അന്നും ഇന്നും ശരിയാണോ സെയിം തന്നെയാണോ എന്നൊരു തോന്നൽ എനിക്കുള്ളത് കൊണ്ട് ഇവിടെ ഞാനൊരു 15000 അങ്ങ് സങ്കല്പിക്കുവാണ്. തൻ്റെ കയ്യിലുള്ളത് 5 അപ്പവും 2 മീനും. അങ്ങറ്റം പോയ എല്ലാവരും കൂടെ ചേർത്തൊന്ന് ഭാഗിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 പേർക്ക് വേണമെങ്കിൽ നമ്മൾ ഈ കമ്മ്യൂണിയനൊക്കെ കഴിക്കുന്ന പോലെ ഒന്ന് കഴിച്ചിട്ട് പോകാൻ പറ്റുമായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയത്തില്ല. എന്നാൽ അവർ അത് ദൈവത്തിൻ്റെ പക്കൽ കൊടുത്തപ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി. ഞാൻ ഇന്ന് ഈ സഭയിലായിരിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടുത്തുക. നിങ്ങളുടെ പക്കലുള്ളത് നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ കർത്താവ് അതിനെ വാഴ്ത്തും. ഹല്ലേലൂയ. കർത്താവ് അതിനെ വാഴ്ത്തും. ഈ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ട് അവിടെ 15000
അഡൾട്ട്സ് അതിൻ്റെ ഉത്തരമാകാൻ കാരണമായത് ഒരു ബാലൻ, അവൻ്റെ സറണ്ടർ, അവൻ്റെ വിശ്വാസത്തിൻ്റെ ചെറിയ ഒരു ചുവട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇന്ന് എന്നോട് ചേർന്നൊന്ന് പറയാമോ, എനിക്ക് ക്രിസ്തുവിൽ ദൈവരാജ്യത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയാമോ? ഹല്ലേലൂയ. എനിക്ക് ഉറപ്പാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പക്കൽ 5 അപ്പവും 2 മീനിനേക്കാൾ കൂടുതൽ എന്തായാലും ഉണ്ട്. ഹല്ലേലൂയ. And it's not just about money or wealth. ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നാം ഇടപെടുമോ. അത് കഴിഞ്ഞ് നീ ഇടപെട്ട് നോക്കുമ്പോഴത്തേക്കും നിനക്ക് പോരായ്മ നിശ്ചയമായും കാണും. അപ്പോൾ നീ നിന്റെ പക്കലുള്ളത് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുമോ എന്നാ ചോദിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് അത് എങ്ങനെയാ മാറ്റിയത്? യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അപ്പമൊക്കെ നോ പറയുന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ, മീനൊന്നും അങ്ങനെ നോ ആരും പറയാറില്ല. അപ്പം വേണ്ടുവോളം കൊടുത്തു എന്ന് ഇവിടെ, പക്ഷെ വളരെ സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ട ഒരു പോയിന്റാണ്. നോൺ വെജ് ആയിരിക്കുന്ന മീൻ വേണ്ടുവോളം കൊടുത്തു. നിങ്ങൾ ചിന്തിക്കുന്ന നിലവാരത്തിലല്ല കർത്താവിൻ്റെ കരം ഒരു കാര്യത്തിന്മേൽ വരുമ്പോൾ അത് കൊണ്ടുവരുന്ന മാറ്റം നാം ചിന്തിക്കുന്നതിലും നാം ചോദിക്കുന്നതിലും അത്യന്തം പരമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തിക്ക് അനുസരിച്ച് വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് നോക്കി പറഞ്ഞാട്ടെ, അവരുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയണ്ട, അവരുടെ കയ്യിൽ എന്തോ ഒന്നും ഉണ്ടെന്നുള്ളത് തിരുവചന പ്രകാരം അറിയുന്നത് കൊണ്ട് അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പൊട്ടൻഷ്യലാന്ന് പറഞ്ഞാട്ടെ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുവറാന്നല്ല അതിൻ്റെ അർത്ഥം, വലിയ സാധ്യതയാണെന്ന് അതിൻ്റെ അർത്ഥം. ആ സാധ്യതയെ ഒരു ഷുവറാക്കി, സക്സസ് ആക്കി, വ്യത്യാസമാക്കി, അനുഗ്രഹമാക്കി മാറ്റുന്നത് എന്താ? നമ്മൾ ദൈവകരങ്ങളിലേക്ക് അത് കൊടുക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പം ഫിലിപ്പോസ് എൻഗേജ് ചെയ്തു. ഫിലിപ്പോസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ പക്കലുള്ളത് എൻട്രസ്റ്റ് ചെയ്തു. അപ്പോൾ അവസാനത്തെ ഈ ആയിട്ട് എന്താ സംഭവിച്ചത്? അതൊരു വലിയ എഡിഫിക്കേഷനായിട്ട് മാറി. ഹല്ലേലൂയ. വന്നിരിക്കുന്ന സകലർക്കും അതൊരു ബലപ്പെടുത്തലിൻ്റെയും അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു അവസരമായി മാറി. അതുമാത്രമല്ല, അന്ന് അവിടുന്ന് പോയ എല്ലാവരും പറഞ്ഞു യഹോവ ഈരേ. ഹല്ലേലൂയ. കൂടെ നിന്നവർക്ക് മനസ്സിലായിട്ട് ഇത് എന്തൊരു അത്ഭുതമാ. ഒന്നുമില്ലാതിനടുത്ത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും പെരുപ്പിക്കുകയും ചെയ്യുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ള വലിയ ഉറപ്പ് അത് കണ്ടവർക്ക് നിശ്ചയമായും വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഫിലിപ്പോസ് എന്താ ചിന്തിച്ചേ? അല്പം കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്താ അവിടെ സംഭവിച്ചത്? അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിനെന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ തിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു. 12 കുട്ട നിറച്ചെടുത്തു. ഫിലിപ്പോസ് വിചാരിച്ചു, ഒരു ബ്രദർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രെഡിൻ്റെ മുകളിൽ ജാം പുരട്ടിയിട്ട് വളരെ ലൈറ്റായിട്ടാണ് പുരട്ടിയത്. അപ്പോൾ പറഞ്ഞു ഇത് കഴിക്കാനല്ല, ഒരു സൈക്കോളജിക്കൽ എഫക്റ്റിന് വേണ്ടിയാണ്. ജാം കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചു എന്നും, കഴിച്ചോ എന്ന് ചിന്തിച്ചാൽ ഇല്ലല്ലോ എന്നും വരാനുള്ള ഒരു പ്രത്യേക സെറ്റപ്പ്. അപ്പോൾ ഫിലിപ്പോസ് അങ്ങനെ ഒരു സൈക്കോളജിക്കൽ മൂവാണ് പ്ലാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ കർത്താവ് പറഞ്ഞത്, നീ നിന്റെ പക്കലുള്ളത് എൻ്റെ കയ്യിൽ തരികയും എൻ്റെ കരം അതിന്മേൽ വരുമ്പോഴും നീ ദൈവത്തിൻ്റെ സമൃദ്ധി കാണുവാനിട വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിന്ന്, ഞാൻ ആദ്യം മുന്നോട്ട് പോകുന്നതിന് മുമ്പാകത്ത് ഞാൻ ഇന്ന് ദൈവവേലയുടെ ഒരു വലിയ ഭാരം ഇന്ന് ഓരോരുത്തരുടെ മേലും കടന്നു വരുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. ഇതിന് വലിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ കൊടുക്കുക എന്ന് പറയുമ്പോൾ അകത്ത് വലിയൊരു പിടിവലി ഒരു പക്ഷേ വരുമായിരിക്കും. അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ അയച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണെന്ന് ചിന്തിച്ചാൽ മതി.
ദൈവം തൻ്റെ കൈപ്പണിയായിട്ട് എന്നെ സൃഷ്ടിച്ച് അയച്ചിരിക്കുന്നത് ദൈവം മുന്നൊരുക്കി ക്രമീകരിച്ചിരിക്കുന്ന സൽപ്രവർത്തികൾക്കാണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഇത് ചെയ്യാതെ പോയാൽ നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള ദാസനെ എന്ന് കേൾക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ദൈവം എനിക്ക് ഉള്ളതെല്ലാം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി നിവർത്തിക്കാൻ വേണ്ടിയാണ്. മിനിസ്ട്രി ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് പറയട്ടെ, ഞാൻ ചർച്ചിൻ്റെ ഫുൾ ടൈം മിനിസ്ട്രി ഒന്നും മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കർത്താവ് പറയുന്നത് ചെയ്യുന്നതാണ് മിനിസ്ട്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് ചെയ്യുവാൻ ദൈവം തന്നിരിക്കുന്ന പണമോ സമയമോ ഏതായാലും ഉപയോഗിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇന്നിവിടെ ആയിരിക്കുന്ന ഏവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞാനിത് പ്രാർത്ഥിക്കുന്നു സഭയായിക്കൊണ്ട്. കർത്താവെ, ഞങ്ങളെ വേൾഡ് ഇമ്പാക്ട് കമ്മ്യൂണിറ്റി ചർച്ചായിട്ട് വിളിച്ചിരിക്കുന്നു. കർത്താവെ, ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ആ ശുശ്രൂഷയുടെ ഭാഗം കർത്താവെ ഇന്ന് ഓരോരുത്തരിലേക്കും കർത്താവ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയായിക്കൊണ്ട് കർത്താവെ ആഗോള തലത്തിലുള്ള ദൈവസഭയെ കർത്താവെ ചേർന്ന് ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമോ കർത്താവെ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. കർത്താവെ, ഗിവ് us the grace to partner, Lord. ഹല്ലേലൂയ. ചേർന്ന് പ്രവർത്തിക്കുവാൻ, എൻഗേജ് ചെയ്യുവാനായിട്ട് കർത്താവെ കൃപ തരണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവെ, ഇന്നിവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട് ദൈവവേലയുടെ ഭാഗമാകുവാനായിട്ടുള്ള ഒരു വലിയ ആത്മഭാരം ഇപ്പോൾ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, അത് സ്വന്തം ശക്തിയാലല്ല, എന്നാൽ ഞാൻ ഇതിനായി അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിലേക്ക് ചുവടുകൾ എടുക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ചോദിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവവേലയിൽ കർത്താവ് പറയുന്ന കാര്യത്തിൽ ഇടപെടുവാൻ നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ദൈവത്തോട് പറയുമോ, കർത്താവെ എനിക്ക് എൻഗേജ് ചെയ്യണം. കർത്താവെ, എനിക്ക് ദൈവവേലയിൽ എന്നെ എന്തിനു വേണ്ടി കർത്താവ് ഈ ഭൂമിയിലേക്ക് അയച്ചുവോ അതിൽ എനിക്ക് ഇടപെടണം. കർത്താവ് അതെൻ്റെ ജീവിതത്തിൽ ചെയ്യണമേ. ഹാവ് യുവർ വേ. കർത്താവെ, ഞാൻ എൻ്റെ ചിന്തകൾക്കനുസരിച്ച് വെറുതെ മുന്നേറി സമയം കളയാതെ അങ്ങ് എന്ത് എനിക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നോ അതെൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണമേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ഈ രീതിയിൽ നാം കണ്ടു. അതായത് ഫിലിപ്പോസ് എൻഗേജ് ചെയ്തു, അതിനുശേഷം ഇവാലുവേറ്റ് ചെയ്തു. പല വ്യക്തികളും ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരവിടെ സ്റ്റക്കാവും. കാരണം എന്താ? ഇല്ല. അത് കഴിഞ്ഞ് സ്ട്രെസ് വന്നു. ഉള്ളത് കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മൾ അവിടെ എത്തുമോ? There are limiting thoughts that prevent us. റോമ ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പ്രാകൃത മനുഷ്യൻ, അതായത് ദൈവത്തിൻ്റെ ആത്മാവിന് കീഴ്പ്പെടാത്ത മനസ്സ് ദൈവവുമായിട്ട് ശത്രുത്വത്തിലത്രയും. കർത്താവ് നമ്മളെ മാസ്റ്റർ പീസായിട്ട് സൃഷ്ടിച്ചു. തിരുവചനം പറയുന്നത് കളങ്കമില്ലാത്ത ഇൻകറപ്റ്റബിൾ വിത്ത് കൊണ്ട്, സീഡ് കൊണ്ട് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അതായത് നമ്മുടെ അകം മാറി ദൈവം നമ്മളെ അയച്ചപ്പോൾ തന്നെ കൈപ്പണിയായി മാസ്റ്റർ പീസായിട്ട് അയച്ചു. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ലിങ്കിനെ കുറിച്ച് തിരുവചനം പറയുന്നത് നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ലോകക്കാരെ പോലെ അല്ലെങ്കിൽ ജാതികളെ പോലെ ആകാതിരിക്കേണ്ടതിനും ദൈവഹിതപ്രകാരം രൂപാന്തരപ്പെടേണ്ടതിനും എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? മനസ്സ് പുതുക്കണമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെട്ടു. നാം ദൈവത്തിൻ്റെ കളങ്കമില്ലാത്ത ബീജം കൊണ്ട് കർത്താവ് നമ്മളെ മാറ്റി. കർത്താവിൻ്റെ വലിയ ഓഹരിയെല്ലാം നമുക്ക് തന്നിരിക്കുന്നു. എന്നാൽ അതെല്ലാം പ്രാപിപ്പാൻ തക്കവണ്ണം നാം നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിയാൽ മാത്രമേ
അവിടെ നിന്നുള്ളത് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ എന്നാണ് തിരുവചനം പറയുന്നത്. കാരണം രൂപാന്തരപ്പെടാത്ത മനസ്സ് അത് ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് ശത്രുതയിലാണ്. കോംപ്രമൈസും ഫ്ലെക്സിബിളും ആണെന്നല്ല പറയുന്നത്, ഇടിച്ചു നിൽക്കുക എന്നാണ് പറയുന്നത്. ആത്മാവ് ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇല്ല, പറ്റില്ല, ഇല്ല, ഒക്കത്തില്ല. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട്, കർത്താവിൻ്റെ മഹത്വം അവരുടെ ചുറ്റും വ്യാപരിച്ചതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ ദൈവം ഉദ്ദേശിച്ചത് ചെയ്യുവാനായിട്ട് പറ്റി. ഹല്ലേലൂയ. സാധാരണ രീതിയിൽ ചിന്തിക്കുന്നത് എന്താ? എൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് എന്താവാനാ? കർത്താവ് ഈ പറയുന്ന ഒരു ചുവടെടുത്ത് വെച്ചിട്ട് എന്താവാനാ? ആ ചിന്ത വരുവാനിരിക്കുന്ന വലിയ അനുഗ്രഹത്തെ തടയുന്നതായിട്ടുള്ള ചിന്തയാണ്. ഫിലിപ്പോസും അന്ത്രയോസും അവരുടെ ഇവാലുവേഷൻ സ്റ്റേജിൽ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞ് നിർത്തിയായിരുന്നെങ്കിൽ ഈ വരുവാനിരിക്കുന്ന വലിയ അത്ഭുതം നടക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. നാം മനസ്സിലാക്കണം, നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ മേൽ വലിയ ശക്തിയാണ്. ശാസ്ത്രം പറയുന്നത് നമ്മുടെ മനസ്സ് 90 to 94% ഇസ് സബ്കോൺഷ്യസ് മൈൻഡ്. മലയാളത്തിൽ തന്നെ പറയുന്ന അബോധ മനസ്സെന്നാണ്. എന്ന് പറഞ്ഞാൽ ബോധമുള്ളത് ബാക്കി ഒരു 5-6% ഉള്ളെന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മുടെ മനസ്സ് പുതുക്കണമെന്ന് പറയുന്നു. തിരുവചനം പറയുന്നു, പുതുക്കാത്ത മനസ്സ് ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് ശത്രുത്വത്തിലാണെന്ന് പറയുന്നു. അപ്പോൾ ആത്മാവിൽ വലിയ പ്രവർത്തികൾ കർത്താവ് ചെയ്താലും എൻ്റെ മനസ്സിനെ പുതുക്കി ഞാൻ അതിനെ അനുവദിച്ചില്ലെങ്കിൽ മനസ്സും ആത്മാവും തമ്മിലൊരു വലിയ പോരവിടെ നടക്കുക. അപ്പം ഈ മനസ്സിനെ കുറിച്ച് ദൈവം റിവീൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം സ്റ്റഡീസ് കാണിക്കുന്നത് 90 തൊട്ട് 94% വരെ നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ അബോധ മനസ്സും 5 തൊട്ട് 8% വരെ ബോധ മനസ്സും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പാസ്റ്റർ പറയുകയാണ് എല്ലാവരും കരം ഉയർത്തി കൈ അടിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ബോധ മനസ്സോടെ നമ്മൾ കേട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബോധ മനസ്സിലാണ്. കുറേ വർഷമായിട്ട് വെറുതെ കൈയടിക്കുന്നവരാണെങ്കിൽ അത് അബോധ മനസ്സാണ്. അപ്പം ഈ 4 അല്ലെങ്കിൽ 4 തൊട്ട് 5% വരെ ഈ ബോധ മനസ്സുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കുറേ പ്രവൃത്തികൾ. ദാറ്റ് ഈസ് മോർ ഓഫ് അവർ ഡൂയിങ്. 90 തൊട്ട് 94% വരെ അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും. ദാറ്റ് ഈസ് മോർ ഓഫ് അവർ ബീയിങ്. And I want to tell you 3 things. 3 കാര്യങ്ങളാണ് നമ്മുടെ അബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. 3 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് റിപ്പീറ്റഡ്. എന്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നോ ദാറ്റ് വിൽ ഷേപ്പ് യു. എന്ത് റിപ്പീറ്റഡായിട്ട് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നോ, അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ആവർത്തന പുസ്തകത്തിൻ്റെ ആ കാര്യം കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് അല്പസമയത്തിനുള്ളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ ഉള്ള വാക്യങ്ങൾ കർത്താവ് എന്താ അവിടെ ഇടപെട്ട് പറയുന്നത്? ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നല്ല ആഗ്രഹമാണ് ഹൃദയത്തിൽ ഇരിക്കണം എന്നുള്ളത്. ഇന്ന് ഞാൻ ഈ കൽപ്പിക്കുന്ന വാക്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും, അതിനുശേഷം പറയുക, ഉപദേശിച്ചാൽ മാത്രം പോരാ, നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിന്റെ വീട്ടിൻ്റെ കട്ടളന്മേലും പടിവാതിലുകളിന്മേലും എഴുതണം. ആഴത്തിലിറങ്ങേണ്ട കാര്യമാണെങ്കിൽ നമ്മെ എന്ത് കണ്ടീഷൻ ചെയ്യണം നാം ആഗ്രഹിക്കുന്നോ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ആവർത്തിച്ച് കേൾക്കണമെങ്കിൽ കേൾക്കണം, ആവർത്തിച്ച് കാണണമെങ്കിൽ കാണണം, ആവർത്തിച്ച് കെട്ടിയിടണമെങ്കിൽ കെട്ടിയിടണം. കർത്താവ് പറയുക, ആവർത്തിക്കുന്നത് നിന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇതിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. മക്കൾക്ക് അങ്ങനെ ഉപദേശിച്ചു കൊടുത്ത് മക്കളുടെ ഹൃദയത്തിൽ അത് കയറണമെങ്കിൽ ആദ്യം പേരൻസ് അത് ആവർത്തിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും പല വ്യക്തികളും എന്നോട് പറയുന്നു, പാസ്റ്റർ, ഇന്നത്തെ തലമുറ
അപ്പം ഞാൻ പറയും, ഇന്നത്തെ തലമുറ മുമ്പത്തെ തലമുറയുടെ പ്രോഡക്റ്റാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. പഴി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പഴയ തലമുറയ്ക്ക് അല്പം കാര്യം അറിയാമായിരുന്നു, പുതിയ തലമുറയ്ക്ക് അല്പം കാര്യം അറിയാം. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയറാണ്, കർത്താവില്ലെങ്കിൽ ഒരു തലമുറയും നിലനിന്ന് പോവുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ the first thing is, whatever is repeated goes down. എന്തുവാ നിങ്ങളുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നത്? ഒരു CCTV റെക്കോർഡിംഗ് 2-3 ദിവസം നിങ്ങളുടെ വീട്ടിൽ എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കേൾക്കുന്ന വാക്കുകൾ എന്തെല്ലാമായിരിക്കും? പറയാൻ കൊള്ളുമോ? അതോ കുഴപ്പമില്ലാത്തയാണോ? അതോ വാക്യങ്ങളാണോ? ചിന്തിച്ചാട്ടെ. ആരെയും കുറ്റപ്പെടുത്താനല്ല, നമുക്ക് തിരുവചനം അനുസരിച്ച് നമ്മുടെ ഗുണീകരണത്തിന് വേണ്ടിയാണ് തിരുവചനം തന്നിരിക്കുന്നത്. ആൻഡ് മറ്റാരെയും കുറ്റപ്പെടുത്തല്ല നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ അകം മാറണമെങ്കിൽ ചേഞ്ച് ദ റെപ്പറ്റീഷൻ. വാക്യം കേൾക്കണോ? സോന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സോന വളർന്നു വന്നപ്പോഴെല്ലാം സോനയുടെ മമ്മി ഈ ഡിവോഷണൽ സോങ്സ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അത് കേട്ട് 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 ഏത് പാട്ടിൻ്റെ വരി പറഞ്ഞാലും അങ്ങ് പാടും. സാൽവേഷനെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. മമ്മി എപ്പോഴും പറയുമായിരുന്നു, വാട്ട് വാസ് റിപ്പീറ്റഡ് ഇൻ യുവർ ചൈൽഡ്ഹുഡ്? വാട്ട് ആർ യു റിപ്പീറ്റിംഗ് ഇൻ യുവർ ലൈഫ് ടുഡേ? കാരണം ആ കേട്ടതിനോട് നമ്മൾ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ കൊട്ടേഷൻ എടുക്കും. പിന്നെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ മനസ്സിൽ. So that was the first point. Repeated instruction. രണ്ടാമത്തെ കാര്യം, words of a significant person. പ്രധാനപ്പെട്ട വ്യക്തികളുടെ വാക്കുകൾ അത് നമ്മുടെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങും. ഞങ്ങൾ വളർന്നു വന്ന സമയത്തൊന്നും ഞങ്ങൾക്കങ്ങനെ രക്ഷിക്കപ്പെട്ട അനുഭവമൊന്നും അങ്ങനെ ആ സമയത്തില്ലായിരുന്നു. പക്ഷെ എപ്പോഴും പപ്പയും മമ്മി ആ സമയത്ത് പറഞ്ഞു തന്ന വാക്യങ്ങൾ ഓർമ്മയുള്ളൊരു കാര്യം, ഒരു നല്ല മനുഷ്യനാവണം. സാധാരണ രീതിയിൽ, പാരമ്പര്യ രീതിയിൽ ഞങ്ങൾ വളർന്നു വന്നു, പ്രാർത്ഥന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു നല്ല മനുഷ്യനാവണം, മര്യാദക്കാരനായിരിക്കണം. അത് ഇപ്പോഴും അകത്ത് കിടക്കുക. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളെ ബുദ്ധിമുട്ടിച്ചോ എന്ന് തോന്നിയാൽ തന്നെ എനിക്കിച്ചിരി ബുദ്ധിമുട്ടാണ്. Words of a significant person. If you are a significant person in someone's life, please speak words of healing. അവൻ മണ്ടനാന്ന് പറയാൻ നിങ്ങളുടെ ആവശ്യമില്ല. അവനെ കൊണ്ട് കൊള്ളത്തില്ല എന്ന് പറയാൻ നിങ്ങളുടെ ആവശ്യമില്ല. കാരണം അത് ലോകക്കാരും അത് വെറുതെ മറ്റുള്ളവരും പറഞ്ഞോളും. അവൻ്റെ മേൽ മാഹാത്മ്യത്തിൻ്റെ ഒരു വിത്തുണ്ടെന്ന് പറയാനാണ് ദൈവം നിങ്ങളെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ സാധ്യതകളുണ്ടെന്ന് ഉരുവിടാൻ വേണ്ടി ആ ദൈവം നിങ്ങൾക്ക് ആ നാവും ആ അധരവും തന്നിരിക്കുന്നത്. അത് നിങ്ങൾ പറയുമ്പോൾ അത് ആഴത്തിലേക്ക് ഇറങ്ങും. ഐ ആം സോ സോറി. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അങ്ങനെ പറയുവാനുള്ള ഒരു ദൈവിക പശ്ചാത്തലം ഇന്നില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഇന്ന് കർത്താവ് ഒരു വലിയ സുപ്രധാന വ്യക്തിയെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മുടെ പിതാവായ ദൈവമാണ്. ഹല്ലേലൂയ. ഇതൊരു പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള പല വ്യക്തികൾക്കും ഒരു പക്ഷേ നല്ലത് നമ്മുടെ മേൽ പറയാൻ കഴിയുന്നില്ലെങ്കിൽ, മാനുഷികമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് സാധ്യതകളെ കാണുന്നില്ല എങ്കിൽ, യു കണക്ട് ടു ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്. ഏറ്റവും സുപ്രധാന വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്നത് സൗഖ്യത്തിൻ്റെയും ഒരു പുതിയ പ്രത്യാശയുടെയും വാക്കുകളായിരിക്കും. 2022 എനിക്ക് വളരെ ഒരു വേറിട്ട ഒരു വർഷമായിരുന്നു. 10 വർഷം ശുശ്രൂഷയിൽ കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് എന്നോട് പറഞ്ഞു, അതായത് കൗൺസിലിങ്ങിൻ്റെതായിട്ടുള്ള ഒരു മേഖലയിലേക്ക്, ദ കമ്മിങ് സീസൺസ് യു ആർ ഗോയിങ് ടു ഓപ്പറേറ്റ് ഇൻ യുവർ സ്ട്രെങ്ത്. ഇനിയുള്ള സീസണിൽ നീ ഇതിൻ്റെ ബലങ്ങളിൽ പ്രവർത്തിക്കും. കൗൺസിലിങ്ങിന് പോകണമെന്ന് ഞാനാണെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ജീവിക്കാൻ താല്പര്യമുള്ളത്. എനിക്ക് അഡ്വഞ്ചറൊന്നും ഇഷ്ടമില്ല. നിങ്ങൾക്ക് എന്തു തോന്നിയാലും എനിക്കിഷ്ടമില്ല. അപ്പോൾ ഈ പുതിയ രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കും ദൈവസന്നിധിയിലിരുന്നു. ദൈവം പറഞ്ഞത് കേട്ടിട്ടാ സമാധാനപരമായിട്ട് ടെക്നോ പാർക്കിൽ ഇരിക്കുമായിരുന്നു ശുശ്രൂഷയിലേക്ക് വന്നത്. ഇവിടെ വലിയ സമാധാനമുണ്ട്. അതിന് സമാധാനത്തിന് കുഴപ്പമില്ല. അതുകൊണ്ട് അറിയാം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പറയുന്നത് അനുസരിക്കുന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം.
വലിയ താല്പര്യത്തോടു കൂടെ അതിനുവേണ്ടി ഞാൻ മുന്നേറുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആത്മീയമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും പരിചയമുള്ള ഒരാളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കർത്താവ് എന്നോട് പറഞ്ഞു, അതായത് ഇങ്ങനെ കൗൺസിലിങ്ങിന് പോകാനായിട്ട്. അദ്ദേഹം നല്ല തീരുമാനമാണ്, പക്ഷെ നീ അത് തീർക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നിനക്കത് തീർക്കാനുള്ള ഒരു ഡിസിപ്ലിനും ക്യാരക്ടറും ഒന്നുമില്ല. ഇടിഞ്ഞ് പൊടിഞ്ഞ് ചതഞ്ഞ ഹൃദയവുമായിട്ട് ഞാൻ വീട്ടിൽ പോയി. സദൃശവാക്യം 12:18 പറയുന്ന, വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവർ ഉണ്ട്. അന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് എൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പേഴ്സണോട് ചോദിച്ചു, ഈ വ്യക്തി എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. എനിക്കറിയില്ല അതെന്താ അങ്ങനെ പറഞ്ഞേ. കാരണം ഞാൻ എൻ്റെ അറിവിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഭയങ്കരൻ എന്ന് പറഞ്ഞ് അഹങ്കാരിയായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അങ്ങനെ കുറഞ്ഞതായിട്ട് തോന്നിയിട്ടില്ലല്ലോ. കർത്താവ് അയ്യോ പൊത്തോന്നൊന്നും പറഞ്ഞില്ല. കർത്താവ് ചോദിച്ചു, ആരെ വിശ്വസിക്കുന്നു? ഞാൻ പറഞ്ഞു, കർത്താവിനെ വിശ്വസിക്കുന്നു. അന്നും അങ്ങനെ തന്നെ വിശ്വസിച്ചാ ഇറങ്ങിയ, ഇന്നും അങ്ങനെ തന്നെ ചുവടെടുക്കുന്നത്. ഇന്ന് 2 വർഷം കഴിഞ്ഞ് ഞാൻ സാധാരണ എനിക്ക് കിട്ടിയ കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ഒരുപാടൊന്നും പറയാത്ത, പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പക്ഷേ വ്യക്തികൾക്ക്, അത് ഏത് പശ്ചാത്തലമുള്ള വ്യക്തികളാണെങ്കിലും ശരി, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദൈവം അസാധാരണമായിട്ടുള്ള കൃപ തന്നു, പഠിക്കാനുള്ള കൃപ തന്നു. മുമ്പ് ആരെങ്കിലും പുസ്തകം തന്നാൽ മേടിക്കുമ്പോൾ ഞാനിങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത് ബഹുമാനം കൊണ്ടല്ല, കരഞ്ഞുകൊണ്ടാണ്. എനിക്കിത് വായിക്കാൻ വയ്യ, എനിക്ക് പറ്റുന്നില്ല. ഇന്ന് ഈ കഴിഞ്ഞ 2 വർഷം ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. ദൈവകൃപയാൽ കർത്താവ് വിളിക്കുന്ന സീസണിൽ ദൈവത്തിൻ്റെ കൃപ നിൻ്റെ മേൽ വരും. ഹല്ലേലൂയ. ദൈവം നിന്നെ നയിക്കുന്ന വഴിയിൽ കർത്താവിൻ്റെ കരം നിൻ്റെ കൂടെ ഉണ്ടാവും. നീ ദൈവത്തിന് മുമ്പാകെ നിഷ്കളങ്കനായി നടന്നാൽ, എനിക്ക് ദൈവത്തെ അനുസരിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംസാരം വന്നു എന്നുള്ളത് എനിക്ക് അറിയുകയില്ല. അത് ദൈവകരങ്ങളിൽ കൊടുത്ത് ദൈവം പറഞ്ഞ കാര്യവുമായിട്ട് ഞാൻ മുന്നേറി. എന്ത് കേട്ടാലും പിന്നെ നമ്മൾ ശുശ്രൂഷ പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ അറിയുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ, താങ്ക് യു ഫോർ ദി ഒപ്പീനിയൻ എന്നെല്ലാം പറഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക് ഞാനങ്ങ് പോയി. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളായിരുന്നു. എന്നാൽ ദൈവകൃപ പെരുകിയപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡിൻ്റെ മുകളിൽ ജസ്റ്റ് ഇച്ചിരി ജാം ഇടാനേ എനിക്ക് പ്ലാനുള്ളായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാകണമെന്നേ ആഗ്രഹമുള്ളായിരുന്നു. എന്നാൽ ദൈവകൃപ പെരുകി ഞാൻ പാസ്സായപ്പോൾ ഞാൻ അവിടുത്തെ ടോപ്പറായിട്ടാണ് പാസ്സായത്. ഹല്ലേലൂയ. ഞാൻ സത്യമായിട്ടും പുകഴാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങളുടെ മേൽ ഏതെല്ലാം വാക്കുകൾ ദൈവികമല്ലാത്തത് വന്നിട്ടുണ്ടോ, യേശുവിൻ്റെ നാമത്തിൽ അത് തകർന്നു പോകട്ടെ. കാരണം കർത്താവ് കൈപ്പണിയായി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ദൈവവേല ചെയ്യാനായിട്ടാണെങ്കിൽ, നിങ്ങളെ ദൈവത്തിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള വിത്ത് കൊണ്ട് കർത്താവ് ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തോട്ടത്തിലാണെങ്കിലും ഏത് തോട്ടിലാണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി അവിടെ വരും. ശമൂവേൽ എവിടെ ആയിരുന്നു? ദൈവഭവനത്തിലായിരുന്നു. അവിടെ വന്നു ദൈവത്തിൻ്റെ ശബ്ദം. ദാവീദ് എവിടെ ആയിരുന്നു? അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് അവിടെ വന്നു ദൈവത്തിൻ്റെ ശബ്ദം. ഹല്ലേലൂയ. ദൈവം ഒരു സാഹചര്യത്തിലും ഏതൊരു മനുഷ്യനെയും കൈവിടാത്ത ദൈവമാണ്. ഹല്ലേലൂയ. But if you are a significant person in someone's life, bring forth the God element in them. ദൈവം നിങ്ങളെ ഒരു പ്രധാന വ്യക്തിയാക്കി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നെങ്കിൽ, അവൻ്റെ അകത്തെ ദൈവത്തിൻ്റെതായിട്ടുള്ള വിത്തിനെ ഫലിപ്പിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവേ, അങ്ങ് ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ വലിയ പദ്ധതികൾക്കായിട്ട് വിളിച്ചിരിക്കുന്നല്ലോ. ഷാരൻ എന്നുള്ള പേർ പരിശുദ്ധാത്മാവിനെ ആത്മാവിൽ കൊണ്ടുവന്നിട്ട് യിരെമ്യാവ് 29:11,
നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി ശുഭകരമായിട്ടുള്ള പദ്ധതി. ശുഭകരമായിട്ടുള്ള പദ്ധതി. ശുഭകരമായിട്ടുള്ള പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി നീ പിൻപറ്റുമ്പോൾ കർത്താവിൻ്റെ സമാധാനം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് നിന്നെ ഒരു വിശ്വാസത്തിൻ്റെ വനിതയായിട്ട് ഉയർത്തും. കർത്താവ് ഉന്നത സ്ഥാനങ്ങളിൽ നിന്നെ ആക്കും. എസ്തറിനെ പോലെ ചില പ്രവൃത്തികൾ നീ ചെയ്യും. You shall be a leader, bringing great glory to God. നിന്റെ പക്കൽ എന്തുണ്ട് എന്ന് നീ അന്വേഷിക്കരുത്. Hallelujah. Thank you Lord. കർത്താവേ, ഇന്ന് സഭയിലായിരിക്കുന്ന ഏവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കും. കർത്താവേ, ദൈവവേല അത് ചെറിയ അളവിലാണെങ്കിലും അത് ആഗോള തലത്തിലാണെങ്കിലും ഓരോരുത്തരുടെ പ്രാപ്തിക്കനുസരിച്ച് കർത്താവ് ഇന്ന് അവരിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരിലേക്ക് പകരണമേ, പകരണമേ, പകരണമേ. കർത്താവെ, ദൈവത്തിന്റെ ഹിതപ്രകാരം ഓരോരുത്തരിലേക്കും ആ ദൈവ വേലയുടെ ഭാരം പകരണമേ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, I pray Lord, ദൈവ ശബ്ദം കേൾക്കുവാനുള്ള കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ട് വിശ്വാസത്തിന്റെ ചുവടുകൾ എടുക്കുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. പരിശുദ്ധാത്മാവ് അമ്പിളി എന്നുള്ള പേരിനെ ഓർമ്മിപ്പിച്ചിട്ട് കർത്താവ് താങ്കൾ ഒരു പടി, ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറുന്നാടിനെ ആത്മാവ് കാണിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച്, ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് കർത്താവ് വച്ചിരിക്കുന്ന ഒരു കയറ്റം കർത്താവ് നൽകും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് എന്ത് ഇടപെടുന്നു എന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടാട്ട്. പ്രയാസപ്പെട്ടല്ല, എന്നാൽ കാതുകളെ ചായച്ചു ഹൃദയത്തെ ദൈവമുമ്പാകെ ഒരുക്കി. തോമസ് എന്നുള്ള പേർ ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു. കർത്താവ് നിന്റെ ചുവടുകളെ കണ്ടിരിക്കുന്നു. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന്റെ ചുമതലക്കാരനാക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങൾക്കുള്ളത് ദൈവനാമത്തിന് മഹത്വം വരുവാൻ തക്കവണ്ണം അങ്ങേക്ക് ഇൻട്രസ്റ്റ് ചെയ്യാനുള്ള കൃപ കർത്താവ് നൽകണമേ. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന റെപ്പറ്റീഷൻസ്, ഞങ്ങളുടെ മെഡിറ്റേഷൻ, ആവർത്തനം, അത് ദൈവഹിതപ്രകാരമാകട്ടെ. അത് ദൈവഹിതപ്രകാരമാകട്ടെ. ഞങ്ങളുടെ അകത്ത് വിശ്വാസത്തിന്റെ വചനം നിറയട്ടെ. കർത്താവെ, ഞങ്ങൾ ആരുടെ എല്ലാം ജീവിതത്തിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പേഴ്സൺ ആയിരിക്കുന്നുവോ, ഞങ്ങളുടെ അകത്ത് നിന്ന് സൗഖ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കർത്താവെ പ്രതീക്ഷയുടെയും വാക്കുകൾ നിറഞ്ഞ് ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യം, ഞങ്ങളുടെ സംസാരം അനേകർക്ക് ആശ്വാസവും ബലവുമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഫെസ്യ ലേഖനം പറയുന്നത് പോലെ, 4:29 പറയുന്നത് പോലെ, ആകാത്ത ഒരു വാക്കും ഞങ്ങളിൽ നിന്ന് പോകരുത്, എന്നാൽ നന്മയ്ക്കായിട്ടുള്ളതും കേൾക്കുന്നവർക്ക് ദൈവകൃപ വ്യാപരിക്കുന്നതുമായിട്ടുള്ള വാക്കുകൾ ഒഴുകട്ടെ. നന്ദി കർത്താവേ. കർത്താവ് ഇത് ചെയ്യുന്നതിനായിട്ട് നന്ദി. സഭയായി കർത്താവേ, തിരുവചനം പറയുന്നു, കൊയ്ത്ത് ഏറെ അധികം, വേലക്കാരോ ചുരുക്കം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മൊബിലൈസ് us Lord, മൊബിലൈസ് us Lord. ഞങ്ങളെ ചലിപ്പിക്കണമേ. ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഹൃദയത്തോടെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ ചലിപ്പിക്കണമേ. കർത്താവ് ഇത് ചെയ്യുകയാൽ നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.